ശരിക്കും പറഞ്ഞാൽ 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിയാർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ 5200 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പദപണ്ഡിതന്മാരും അതിനെ ഏകസ്വരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അതിന് ഗവൺമെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഒരു മുസ്ലിയാരുടെ ആകെ ശമ്പളം മാസം 1500 രൂപയാണ്, അല്ലെങ്കിൽ 800 രൂപ 700 രൂപയൊക്കെയാണ്. 1500 രൂപ ശമ്പളം വാങ്ങിക്കുന്ന മുസ്ലിയാർക്ക് പ്രതിമാസം 5200 രൂപ പെൻഷൻ കൊടുക്കാൻ അത് യാഥാർത്ഥ്യമാവില്ല എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ച പ്രചരണം. പിന്നെ അത് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ പലിശയുടെ പ്രശ്നം മുന്നോട്ടിട്ടു. വാസ്തവത്തിൽ അത് ന്യായീകരിക്കുകയല്ല ഞാൻ. എന്നാൽ ഇവിടെ ധാരാളം അറബിക് അധ്യാപകന്മാരും മതപണ്ഡിതന്മാരുടെ കാറ്റഗറിയിൽ വരുന്നവരവര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ആ പെൻഷൻ എവിടുന്നാ കൊടുക്കുന്നത്? ഏത് ഭാഗത്തുനിന്നാ വാങ്ങിക്കുന്നത്? അതോടെ മറച്ചു വെക്കുകയും പലിശയുടെ കാരണം പറഞ്ഞ് ഇതിനെ മുടക്കിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ എളമരങ്കരി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മതപണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ. ഞാനടക്കയിൽ പങ്കെടുത്തു. സത്യത്തിൽ അപ്പോഴാണ് ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആ യോഗത്തിൽ വെച്ച് ഗവൺമെന്റിനെ 26 മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി സപ്പോർട്ട് ചെയ്തു. പലിശയില്ലാത്ത ഒരു ഭാഗത്തിലൂടെ ഈ സർക്കാർ ഈ കടമ നിർവഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ തക്ബീർ ചൊല്ലിയാണ് കോഴിക്കോട്ടെ യോഗം സ്വാഗതം ചെയ്തത്. അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നിലത്ത് വീണു. കാലഘട്ടം അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിവാൾ ചുറ്റികൾക്കല്ലാതെ വോട്ട് ചെയ്യോ? അത് സഹിക്കൂല. ശ്രീ കരീം അവർകളെ ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക ഇത്? എങ്ങനെ പറയാതിരിക്കും സുഹൃത്തെ? ഇത് കാര്യത്തിന്റെ ഗൗരവമാണ്. ആദ്യം പറഞ്ഞപ്പോ പലിശ എന്ന് പറഞ്ഞു. രണ്ടാമത് മുസ്ലിയാക്കന്മാരോടൊക്കെ പറഞ്ഞു അടുത്തു പോകരുത്, മാർക്സിസ്റ്റ് തരുന്ന പെൻഷനാന്ന് പറഞ്ഞു. ഇപ്പോ എന്നൊക്കെ വിളിക്കുന്നത് സഖാവ് മുള്ളൂർക്ക മുഹമ്മദ് അലി സഖാഫി. പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കുമ്പോ. പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണം എന്നാ ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. അങ്ങനത്തെ ഒരു നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാൻ, മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്. നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, അങ്ങനെ പലതും. പോട്ടെ, നമ്മുടെ ഹജ്ജ് ഹൗസ് ഒന്ന് നോക്കുക. 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുല്യതയില്ലാത്തൊരു ഹജ്ജ് ഹൗസ് ശ്രീ പാലോളിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പണിതപ്പോ മുസ്ലിം ലീഗിന്റെ ഈ അഹമ്മദ് എന്തേ ചെയ്ത് 10,000 സീറ്റ് മറിച്ചു വിറ്റ് പോക്കറ്റിൽ കാശുണ്ടാക്കി. പക്ഷെ സത്യത്തിൽ പേടിച്ചു പോയി. അള്ളാനെയും വിൽക്കുവോ ഈ കൂട്ടരി? ഹറമിന്റെ അടുത്തേക്ക് പോണ ഈ ഏർപ്പാട് ഹജ്ജ് കച്ചവടം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് കരളുറപ്പുള്ള ഒരു ധൈര്യം വരുമോ? മുസ്ലിമിന് ധൈര്യം